in the morning. Lord, you hear my voice. In the morning, I lay my requests before you and wait expectantly. Welcome to Blessed Morning. പ്രിയരെ, അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രഭാതം കൂടെ നമ്മുടെ ജീവിതത്തിൽ അനുവദിച്ചു തന്ന വലിയവനായ ദൈവത്തെ നമുക്ക് ഒരുമിച്ച് ചേർന്ന് നന്ദി പറയാം. എത്ര പേർ പറയും, ഞാൻ നിന്നതല്ല, എൻ്റെ ദൈവം എന്നെ നിർത്തിയതാണ്. ഒന്നുകൂടെ പറഞ്ഞു കഴിഞ്ഞാൽ 2026 ജൂലൈ മാസം 11-ാം തീയതി വരെ എന്നെയും എൻ്റെ കുടുംബത്തെയും കണ്ണിലെ കൃഷ്ണമണി പോലെ സൂക്ഷിക്കുകയും വിടുവിക്കുകയും ചെയ്ത വലിയവനായ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഈ പ്രഭാത ചിന്തയിലേക്ക് നമുക്ക് ഒരുമിച്ച് അടുത്തു വരാം. മാറായെ മധുരമാക്കുന്നവൻ. പ്രിയരെ, പ്രാരംഭവാക്യത്തിലേക്ക് പുറപ്പാട് പുസ്തകം 15-ാം അധ്യായം അതിൻ്റെ 23-ാമത്തെ വാക്യം. മാറായിൽ എത്തിയപ്പോൾ മാറയിലെ വെള്ളം കുടിക്കുവാൻ അവർക്ക് കഴിഞ്ഞില്ല. അത് കയ്പുള്ളതായിരുന്നു, അതുകൊണ്ട് അതിന് മാറ എന്ന് പേരിട്ടു. പ്രിയരെ, പ്രഭാതത്തിൽ ദൈവം നമ്മോട് ഇടപെട്ട അനുഗ്രഹിക്കപ്പെട്ട വചനത്തിനായി നമുക്ക് ഒരുമിച്ച് ചേർന്ന് ദൈവത്തിന് നന്ദി പറയാം. ഇതോടൊപ്പം തന്നെ ഒരു വാക്യം കൂടെ ഞാൻ വായിക്കാൻ ആഗ്രഹിക്കുന്നു. റൂത്തിൻ്റെ പുസ്തകം 1-ാം അധ്യായം അതിൻ്റെ 20-ാമത്തെ വാക്യം 21-ാമത്തെ വാക്യം കൂടെ. അവൾ അവരോട് പറഞ്ഞത്, നവോമി എന്നല്ല, മാറ എന്ന് എന്നെ വിളിപ്പിൻ. സർവശക്തൻ എന്നോട് ഏറ്റവും കയ്പായത് പ്രവർത്തിച്ചിരിക്കുന്നു. 21-ാമത്തെ വാക്യം. നിറഞ്ഞവളായി ഞാൻ പോയി, ഒഴിഞ്ഞവളായി യഹോവ എന്നെ മടക്കി വരുത്തിയിരിക്കുന്നു. യഹോവ എനിക്ക് വിരോധമായി സാക്ഷീകരിക്കുകയും സർവശക്തൻ എന്നെ ദുഃഖിപ്പിക്കുകയും ചെയ്തിരിക്കെ നിങ്ങൾ എന്നെ നവോമി എന്ന് വിളിക്കുന്നത് എന്ന്. പ്രിയരെ, ഈ പ്രാരംഭത്തിൽ നാം വായിച്ചു കേട്ട വചനത്തിൽ നാം ഈ പ്രഭാതത്തിൽ ചിന്തിക്കുന്നത് മാറായെ മധുരമാക്കുന്ന ദൈവത്തെക്കുറിച്ചാണ്. എന്നെ കേൾക്കുന്നവരുണ്ടെങ്കിൽ, ഇതാ ഇസ്രായേൽ മക്കൾ തങ്ങളുടെ വാഗ്ദത്ത ദേശത്തിലേക്ക് പുറപ്പെട്ട് അവർ ചെങ്കടൽ കയറി ശൂർ മരുഭൂമിയിലൂടെ 3 ദിവസത്തെ യാത്രയിൽ മാറായിലെത്തുകയാണ്. അവിടുത്തെ വെള്ളം അവർക്ക് കുടിക്കാൻ കഴിയത്തില്ലായിരുന്നു. അവിടുത്തെ വെള്ളം കയ്പായതായിരുന്നു. എന്നെ കേൾക്കുന്നവരെ, ആരംഭത്തിൽ തന്നെ ഒരു ദൂത് നിങ്ങളോട് സംസാരിക്കുകയാണ്. ഈ പ്രഭാതത്തിൽ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയേ, അവിടുത്തെ വെള്ളം കണ്ടാൽ കുഴപ്പമില്ല, അത് തൊട്ടാൽ കുഴപ്പമില്ല, പക്ഷെ രുചിക്കാൻ കുടിക്കാൻ കഴിയാത്ത രീതിയിൽ അതിനകത്ത് കയ്പ് കലർന്നിരുന്നു. നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഇതേപോലെ കണ്ടപ്പം കുഴപ്പമില്ലെന്ന് തോന്നി, അത് തൊട്ടപ്പം കുഴപ്പമില്ലെന്ന് തോന്നി, പക്ഷേ ഇപ്പം അത് ഇറക്കാൻ പറ്റാത്ത രീതിയിൽ ആ ജീവിതയാത്രയിൽ കുരുങ്ങിയതുപോലെ നിൽക്കുന്ന ചിലതിനെ ഈ പ്രഭാതത്തിൽ ദൈവം ആ മാറായുടെ അനുഭവത്തെ മധുരമാക്കാൻ പോവുകയാണ്. ഏതു വിധത്തിലാണോ നിങ്ങളെന്നെ ശ്രദ്ധിക്കുന്നത്, നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഈ പ്രഭാതത്തിൽ ദൂത് കൈമാറുകയാണ്. നിങ്ങൾ വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ മാറായിൽ നിങ്ങൾ തീരത്തില്ല. കാരണം നിങ്ങൾ വാഗ്ദത്തത്തിൽ ഇറങ്ങിത്തിരിച്ചയാളാണ്, ദൈവവിളിയിൽ ഇറങ്ങിത്തിരിച്ചയാളാണ്. നിങ്ങളുടെ ജീവിതത്തിനകത്ത് തമ്പുരാൻ അത്ഭുതം ചെയ്തിരിക്കും. നിങ്ങൾ ഒന്നുകൂടെ ശ്രദ്ധിക്കാൻ പറ്റുമെങ്കിൽ ശ്രദ്ധിച്ചോ. 24-ാമത്തെ വാക്യത്തിൽ ജനം പിറുപിറുക്കുകയാണ്. ജനം പിറുപിറുക്കുമ്പോൾ ഇതാ 25-ാമത്തെ വാക്യത്തിൽ മോശ ദൈവത്തോട് അപേക്ഷിക്കുകയാണ്. 25-ാമത്തെ വാക്യം. അവൻ യഹോവയോട് അപേക്ഷിച്ചു, യഹോവ അവന് ഒരു വൃക്ഷം കാണിച്ചു കൊടുത്തു. അവൻ അത് വെള്ളത്തിൽ ഇട്ടപ്പോൾ വെള്ളം മധുരമായി തീർന്നു. നിങ്ങൾ വിശ്വസിച്ച് നോക്കിയേ, മോശ ദൈവത്തോട് അപേക്ഷിച്ചപ്പോൾ മോശയ്ക്ക് ഒരു വൃക്ഷം കാണിച്ചു കൊടുത്തു. ആ വൃക്ഷത്തെ വെട്ടിയിട്ടപ്പോൾ മാറ മധുരമായി തീർന്നു. നിങ്ങൾ വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ ഈ യാത്രയിൽ എനിക്ക് നിങ്ങൾക്കും കാണാൻ പറ്റാത്ത ചിലത് ദൈവം ഒരുക്കിയിട്ടുണ്ട്. ഒന്നുകൂടെ ഒന്ന് പറഞ്ഞാൽ ആ വൃക്ഷം യേശു ക്രിസ്തുവാണെന്ന് നിങ്ങൾ തിരിച്ചറിയണം. ഇതേപോലെ പുതിയ നിയമത്തിൻ്റെ വ്യവസ്ഥയിൽ കാൽവരി ക്രൂശിൽ ആ മരക്കുരിശിൽ എനിക്ക് വേണ്ടി എൻ്റെ ജീവിതത്തിലെ മാറായെ, എൻ്റെ ജീവിതത്തിൻ്റെ കൈപ്പറിയ അനുഭവത്തെ മധുരമാക്കാൻ എനിക്ക് വേണ്ടി മറുവിലയായി തീർന്നവനെ കാണാൻ പറ്റും. ഇതേപോലെ ആ വെട്ടേറ്റ വൃക്ഷം എൻ്റെ യേശുവാണെന്ന് നിങ്ങൾ വിശ്വസിക്കണം. എൻ്റെ യേശു കർത്താവ് ഇതാ അവരുടെ മാറയെ, അവരുടെ കയ്പിനെ മധുരമാക്കിയ
അവർ ഇനി കുടിക്കുന്നത് കയ്പല്ല, മധുരമാണ്. നിങ്ങളുടെ കണ്ണുനീരിനെ ഈ പ്രഭാതത്തിൽ ദൈവം അത്ഭുതമാക്കാൻ പോവുക. നിങ്ങളുടെ വിലാപത്തെ അവൻ നൃത്തമാക്കാൻ പോവുക. നിങ്ങളുടെ ദുഃഖത്തെ അവൻ സന്തോഷമാക്കാൻ പോവുക. കർത്താവ് നിങ്ങളുടെ രട്ടിനെ അഴിച്ച് നിങ്ങളെ സന്തോഷം ഒളിപ്പിക്കാൻ പോകുന്നു. ജീവിതത്തിനകത്ത് ഇതുവരെ ഒന്ന് ചിരിച്ചിട്ടില്ലാത്ത, ജീവിതത്തിൽ ഇതുവരെ ഒന്ന് സന്തോഷിച്ചിട്ടില്ലാത്ത ചിലവർ ഈ പ്രഭാതത്തിൽ ദൈവത്താൽ, യേശുക്രിസ്തുവിനാൽ അത്ഭുതം കാണാൻ പോവുകയാണ്. അതേ നിലയിൽ തന്നെ വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ഈ പ്രഭാതത്തിൽ നമ്മൾ റൂത്തിൻ്റെ പുസ്തകം ഒന്ന് ചിന്തിക്കുകയാണ്. നവോമി പറയുകയാണ്, നിങ്ങളെന്നെ നവോമി എന്ന് വിളിക്കരുത്, മാറ എന്ന് വിളിക്കണം. കാരണം ഞാൻ ബെത്ലഹേമിൽ നിന്ന് മൊബാബ് ദേശത്തേക്ക്, ബെത്ലഹേമിലെ ക്ഷാമനിമിത്തം പുറപ്പെട്ടു പോയ ആളാണ്. അങ്ങോട്ട് നിറഞ്ഞവളായി ഞാൻ പോയി, തിരിച്ചു ഒഴിഞ്ഞവളായിട്ടാണ് വരുന്നത്. ഞാൻ ആത്മാവിൽ വിളിച്ചു പറയാം, ക്ഷാമം പേടിച്ചാണ് അവൾ പോയത്, അല്ലെങ്കിൽ മരണം പേടിച്ചാണ് അവൾ പോയത്. പക്ഷെ മോബാബ് ദേശത്ത് ചെന്നപ്പോൾ അവൾ മരണം കാണുകയാണ്. ഈ റൂത്തിൻ്റെ പുസ്തകത്തിനകത്ത് എനിക്ക് നവോമിയേക്കാൾ ഇഷ്ടം ബോവസിനെയാണ്. ക്ഷാമവും പ്രതികൂലവും വന്നപ്പോഴും ഓടിപ്പോകാതെ ഉറച്ചു നിന്ന ബോവസ് അത്ഭുതം കണ്ടവരാണ്. നിങ്ങൾ വിശ്വസിക്കുന്നവരാണെങ്കിൽ നവോമി മോബാബിൽ മരണം കാണുമ്പോൾ ബോവസ് ബെത്ലഹേമിൽ കൊയ്ത്ത് നടത്തുകയാണ്. ഞാൻ ആരൊക്കെയോ നോക്കി പ്രഭാതത്തിൽ വിളിച്ചു പറയുന്നു, ചിലവർ നിന്നെ വിട്ട് ഓടിപ്പോയിട്ടുണ്ടെങ്കിലും, നിൻ്റെ ജീവിതത്തിനകത്ത് പ്രതികൂലങ്ങൾ കണ്ടിട്ട് അകന്നു പോയിട്ടുണ്ടെങ്കിലും, നിനക്ക് ദൈവം ഈ പ്രഭാതം മുതൽ ഒരു സീസൺ വയ്ക്കുന്നു. അത് കൊയ്ത്തിൻ്റെ സീസണാണ്, അത് ഉയർച്ചയുടെ സീസണാണ്. അതിപ്പോൾ മുതൽ തുറക്കാൻ തുടങ്ങും. എന്നാൽ എൻ്റെ ദൈവം നവോമിയെ ആ ഒഴിഞ്ഞ അനുഭവത്തിൽ, മാറായുടെ അനുഭവത്തിൽ തീർക്കാൻ തയ്യാറല്ല. കാരണം അവളുടെ കൂടെ വാക്തത്വമുള്ള റൂത്ത് ഇറങ്ങിത്തിരിക്കുകയാണ്. ആത്മാവിൽ എന്നെ കേൾക്കുന്നവരുണ്ടെങ്കിൽ, ജീവിതത്തിനകത്ത് ശൂന്യത കണ്ട, ജീവിതത്തിനകത്ത് കയ്പ് കണ്ട ചില നവോമിമാർ ഈ പ്രഭാതത്തിൽ എന്നെ ശ്രദ്ധിക്കുന്നുണ്ട്. ഞാൻ ആത്മാവിൽ വിളിച്ചു പറഞ്ഞു, കയ്പ് തീരത്തില്ല. കാരണം റൂത്തുമായുള്ള കൂട്ടായ്മയിൽ നീ ബെത്ലഹേമിലേക്ക് കാലുവയ്ക്കുന്നത് യവക്കൊയ്ത്തിൻ്റെ സീസണിലേക്കാണ്. ഇന്നലകളിൽ നിൻ്റെ പട്ടിണിയെ മാറ്റാൻ, ഇന്നലകളിലുള്ള നിൻ്റെ ജീവിതത്തിൻ്റെ ദുഃഖത്തെ മാറ്റാൻ, വിലാപത്തെ മാറ്റാൻ ഞാൻ ആത്മാവിൽ വിളിച്ചു പറയുന്നു, നിൻ്റെ ജീവിതത്തിനകത്ത് ഇതാ മാറാൻ പോകുകയാണ്. കാരണം നിൻ്റെ കൂട്ടായ്മ റൂത്തുമായിട്ടാണ്. എന്നെ കേൾക്കുന്നവരുണ്ടെങ്കിൽ, നിങ്ങൾ പോകുന്ന കൂട്ടായ്മ നിമിത്തം നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഒരു അത്ഭുതം ദൈവം ചെയ്യാൻ പോവുകയാണ്. റൂത്തുമായുള്ള കൂട്ടായ്മയിൽ ഇതാ അവൾ ബെത്ലഹേമിലേക്ക് കാലുവയ്ക്കുമ്പോൾ അവളുടെ സ്ഥിതിക്ക് മാറ്റം വരാൻ പോകുന്നു. അവളുടെ ഒഴിഞ്ഞ അവസ്ഥകൾക്ക് മാറ്റം വരാൻ പോകുന്നു. കാരണം റൂത്ത് ഇതാ വയലിൽ ചിലത് പറക്കേണ്ടതിന് വേണ്ടി ഇറങ്ങുകയാണ്. എന്നെ കേൾക്കുന്നവരുണ്ടെങ്കിൽ, ഈ വയലിൽ അവൾ ചെല്ലുന്നത് ബോബസിൻ്റെ വയലിലാണ്. അവിടെ ഭാഗ്യവശാലെന്ന് എഴുതിയിരിക്കുന്നത്. ഈ പ്രഭാതം മുതൽ ഭാഗ്യമല്ല, ദൈവത്തിൻ്റെ അനുഗ്രഹത്താൽ നീ പുതിയത് ചിലത് കാണാൻ പോവുക. നവോമിയെ, റൂത്ത് മുഖാന്തരം നിൻ്റെ വീട്ടിൻ്റെ സ്ഥിതി മാറാൻ പോകുന്നു, നിൻ്റെ പട്ടിണി മാറാൻ പോകുന്നു. ആരാധനയിൽ മടുക്കരുത്, എൻ്റെ ദൈവം നിൻ്റെ സീസണ് മാറ്റാൻ പോകുന്നു. ഞാൻ ആത്മാവിൽ വിളിച്ചു പറയട്ടെ, ബോബസ് ഇതാ തൻ്റെ ബാല്യക്കാരോട് പറയാണ്, ഇവൾ പിറക്കാൻ ഇറങ്ങിയത് സത്യമാണ്, പക്ഷേ ഇവൾക്ക് വേണ്ടി കറ്റകളിൽ ചിലത് വലിച്ചിട്ട് കൊടുക്കണം. ഞാൻ ദൂത് കൈമാറട്ടെ, നിൻ്റെ ജീവിതത്തിനകത്ത് ഇതുവരെയും പ്രതീക്ഷിക്കാത്ത ചില നന്മകളെ ഈ ദിവസങ്ങളിൽ ദൈവം വലിച്ചിടാൻ പോകുക. എൻ്റെ ദൈവം ചിലത് തുറന്നു തരാൻ പോകുക. അതിപ്പോൾ തന്നെ നിങ്ങളുടെ ജീവിതത്തിനകത്ത് സംഭവിച്ചു തുടങ്ങട്ടെ. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് എന്നോട് വ്യക്തമായി പറയുന്നു, കറ്റകൾ കെട്ടിവെച്ചിരിക്കുന്നതിനകത്തുനിന്ന് നിനക്ക് വേണ്ടി ചിലതിനെ കർത്താവ് വലിച്ചിടാൻ പോകുക. ഞാൻ ആത്മാവിനെ ഇങ്ങനെ വിളിച്ചു പറയട്ടെ, കെട്ടി മുറുക്കി വെച്ച് ശത്രു നിനക്ക് തരത്തിലെന്ന് പറഞ്ഞ ചിലതിനെ കെട്ടഴിച്ച് ഈ പ്രഭാതം മുതൽ കർത്താവ് നിന്നെ ഏൽപ്പിക്കുന്നു. എന്തിനെന്ന് ചോദിച്ചാൽ, ചില മാറാകളെ മധുരമാക്കുവാൻ. ആത്മാവിലൊന്ന് കണ്ണടച്ച് പ്രാർത്ഥിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ പ്രാർത്ഥിക്ക്, തമ്പുരാനത് ചെയ്യട്ടെ. എൻ്റെ കർത്താവെ, ഈ പ്രഭാതത്തിൽ എന്നെ കാണുന്ന, എന്നെ കേൾക്കുന്ന ഓരോ ദൈവമക്കളുടെ മാറാ മധുരമായി തീരട്ടെ. അത്ഭുതങ്ങളിലേക്ക് ഇവർ നടക്കട്ടെ. ദൈവം ഇവരുടെ സ്ഥിതിയെ മാറ്റട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു, വലിയൊരു അത്ഭുതം ഇവർക്ക് വേണ്ടി ചെയ്യണമേ. യേശു അത് ചെയ്തതിനായി സ്തോത്രം. കേൾക്കണം പിതാവേ. ആമേൻ, ആമേൻ, ആമേൻ. പ്രിയരേ, ഈ പ്രഭാത സന്ദേശം നിശ്ചയമായി ഒരു വിടുതലായിരുന്നു. നിങ്ങളുടെ സീസൺ മാറാൻ പോകുന്നു എങ്കിൽ ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ഫേസ്ബുക്കിലേക്ക് നിങ്ങൾ ജോയിൻ ചെയ്യുകയും ചെയ്യണമെന്ന് ഓർപ്പിക്കുന്നു. അതേപോലെ എല്ലാ ദിവസവും വൈകിട്ട് ഇന്ത്യൻ സമയം 6 മണിക്ക് നമുക്ക് സൂമിൽ ആരാധന നടക്കുന്നു. ആയിരങ്ങൾക്ക് അതൊരു വിടുതലായി തീർന്നിട്ടുണ്ട്. നിങ്ങളെ ഞാൻ ക്ഷണിക്കുന്നു, ഇപ്പോൾ തന്നെ നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയത്തിനും സൂമയിടിക്കുമായി നിങ്ങൾ വിളിക്കണം. കർത്താവിൻ്റെ കരം നിങ്ങളുടെ കൂടെ ഇരിക്കുമാറാകട്ടെ. കർത്താവ് നിങ്ങളെ അധികത്തിൽ മാനിക്കും. ഗോഡ് ബ്ലെസ് യു. ആമേൻ.